Hi everyone, welcome to I Just React and Review. My name is Ashmita and I hope you all are doing well. And today I will be starting off a new series by Correct to Flick. This is Average Umbili. I'm really excited to check this out because this mini series has gotten such great reviews. And this has around this has 6 episodes and they're fairly like shorter episodes. Average is like 12 minutes. That's the average episode length. But I'm going to start off with episode 1 right now. Just, getting the feel and gist of what the story is going to be about. Average Umbili, that's very interesting. And Umbili, I'm of course guessing, is the main character, the central character for this particular series. So let's not delay this any further. Starting off Average Umbili with episode 1. Yes! After this is going to be +2. Whatever episodes have been published till now, I'm going to start watching +2 series as well. Alright, here we go. Episode 1. Yes! Marks ഒക്കെ ആവറേജ് ആണല്ലോ അമ്പിളി. പഠിപ്പിൽ പിന്നോട്ടുള്ള മിക്ക കുട്ടികളും ഇവിടെ ആർട്സിലോ സ്പോർട്സിലോ എന്തിലെങ്കിലും ഒക്കെയായി പെർഫോം ചെയ്യുന്നുണ്ട്. അമ്പിളി ഷീസ് ജസ്റ്റ് ആവറേജ് ഇൻ എവരിതിങ്. Umbili, not Umbili. Umbili. We are sorry. Oh, I think she went for an interview. Adityan Chandrasekhar. Okay. റിച്ച്, ഞാൻ പറഞ്ഞ കാര്യം എന്തെങ്കിലും നടക്കുമോ? ഫോട്ടോഷൂട്ട് അല്ലേ, നമുക്ക് സെറ്റ് ചെയ്യാം. ഫണ്ടിങ് 2500 രൂപയുണ്ട്, തിരിച്ചു തരുമല്ലോ അല്ലേ? നീ എന്താണ് ഇങ്ങനെ ആർക്കണിങ്ങനെ? നിന്റെ എപ്പോൾ ഫണ്ട് മേടിച്ചാൽ ഞാൻ തിരിച്ചെന്ന് പറയാറില്ലേ? ആ, അതാണ്. പക്ഷെ തരാറില്ലല്ലോ. എൻ്റെ പേര് റിച്ചിന്നാണ്, റിച്ചിന്നല്ല. തരും. അയ്യോ ചേച്ചി, ചേച്ചി ഇതെന്റെ ഫ്രണ്ടാ റിച്ചി. എന്തിനാ റിച്ചി? ഞാൻ ചുമ്മാ ചില്ലി തരാം. റിച്ചി ഫോട്ടോഗ്രാഫറും സ്കേറ്ററൊക്കെ. വെറുതെ വന്നാ? ഞാൻ ഇവിടെ നിന്ന് കടയിൽ വന്നാണ്. അപ്പൊ ഇവിടെ ചേച്ചി ഇന്റർവ്യൂ എന്തായി? എന്റെ കാര്യം നോക്കാം. അതും പോയി. അമ്മോ, ഇങ്ങനെ ബിസ്ക്കറ്റ് മാത്രം കഴിച്ചോണ്ടിരുന്നാ പോരട്ടാ. രാത്രി ഒന്ന് പഠിക്കാനുള്ളതാണ്. 2 ചപ്പാത്തി എടുത്ത് വെച്ചേ. കഴിക്കണ്ട. ഭദ്രം വിളിച്ചിരുന്നു തന്നെ. ഇന്റർവ്യൂവിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് മനുഷ്യനെ ഇവിടെ ആരെങ്കിലും കൈയും കാലൊക്കെ പിടിച്ച് ഓരോന്ന് ശരിയാക്കാൻ നോക്കുമ്പോ എടി ആ ഇന്റർവ്യൂ ഒന്ന് മര്യാദ അറ്റൻഡ് ചെയ്തിരുന്നെങ്കിൽ അതെങ്ങനെയാ? താല്പര്യം വേണ്ടേ? ആഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. അത് നടക്കൂലെന്ന് അറിഞ്ഞാൽ പിന്നെ വിട്ടേക്കണം. അല്ലാണ്ട് എടി പുറത്തിറങ്ങുമ്പോഴേ ആൾക്കാർ വേണുവിന്റെ രണ്ടാമത്തോളം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എനിക്കൊരു ഉത്തരവില്ല പറയാൻ. ഇപ്പൊ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല, അവള് ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയാണെന്ന് പറയണം. ഇത്രയും പറയാലോ. എടി നിനക്ക് നിന്റെ ചേച്ചിയെ കണ്ട് പഠിച്ചൂടെ? നിന്റെ ഈ പ്രായത്തിലേ അവള് പഠിത്തത്തിന് പഠിത്തം, സ്പോർട്സിന് സ്പോർട്സ്, ബാങ്കിൽ നല്ലൊരു ജോലി. ഇന്നിപ്പോ കല്യാണവും കഴിഞ്ഞു കുടുംബവും നോക്കി നല്ല അന്തസ്സായി ജീവിക്കണം. ഈ കല്യാണം കഴിച്ച് വീട്ടിലിരിക്കാനായിരുന്നെങ്കിൽ എന്തിനായിരുന്നു സ്പോർട്സും ബാങ്ക് ജോലിയൊക്കെ? ഇത് വേണുവേട്ടാ, അവളെങ്ങനെ കഴിക്കാണ്ട് എണീറ്റ് പോയി ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ പരത്തിയതാ. മൊത്തം ഞാൻ നിങ്ങളെ കൊണ്ട് തീറ്റിക്കും. മതിയാക്കി. ഞാനൊന്നും പറയാനല്ലേ, എന്തായാലും ഇതെടുത്ത് കഴിക്കൂ. കറി എടുക്കും.
I don't have siblings, so the comparison thing, like I never had to face it. But for those who have siblings, what I've heard from my friends is that it's pretty common. But then that's really sad, nah? Do let me know whoever has faced this comparison thing, and how did you not mind it, or did it really affect you growing up? മോളെ അമ്പിളി, നാളെ ഒരു കൂട്ടർ പെണ്ണ് കാണാൻ വരുന്നുണ്ട്. ചെക്കന് നല്ല ജോലിയൊക്കെ ഉണ്ട്. അമ്മ ഞാൻ ഈ പ്രോജക്റ്റിൻ്റെ ഫണ്ടിങ് ഒക്കെ ആയിട്ട് എത്ര നാളായിട്ട് നടക്കാം, അമ്മയ്ക്ക് അത് അറിയത്തില്ലേ? ഒന്ന് വന്ന് കണ്ടിട്ട് പോകട്ടെ, നീ തടസ്സമൊന്നും പറയാൻ നിൽക്കല്ലേ. ഒന്ന് വന്ന് കണ്ടിട്ട് പോകട്ടെ. ഫണ്ടിങ് പോലും എടീ ഇതും പറഞ്ഞ് 2 വർഷമല്ലേ നീ ഇവിടെ ഇരിക്കാൻ Okay, തുടങ്ങിയിട്ട്? the മതി, dad is നിർത്തിക്കോ. very pissed. നീ ഇങ്ങനെ നിന്നാലേ അമ്മൂനത് ബുദ്ധിമുട്ടാണ്. എനിക്ക് എൻ്റെ മോളെ പുറത്തോട്ട് പഠിപ്പിക്കണം. മതി ഫണ്ടിങ്. അപ്പം ഞാനാരാ അച്ഛാ? ഇപ്പം സമാധാനമായല്ലോ. ഞാൻ അവളോട് മര്യാദയ്ക്ക് സംസാരിച്ച് വരികയായിരുന്നില്ലേ, ഞാൻ സംസാരിച്ചോളെന്ന് പറഞ്ഞല്ലേ. വേണുവേട്ടൻ ഇത് എന്തിൻ്റെ കേടാ വേണുവേട്ടാ? ഇതിപ്പോൾ ഞാൻ അവളെ ഞാൻ എങ്ങനെ പറഞ്ഞ് സമ്മതിപ്പിക്കാനാണ്? പറഞ്ഞാലും മനസ്സിലാവില്ല. ഞങ്ങളെ ശരിക്കും കഴിഞ്ഞല്ലോ. സാരമില്ല ചേട്ടാ, ചേട്ടൻ്റെ അച്ഛൻ വാങ്ങിച്ചൊന്നും അല്ലല്ലോ. പുതിയ വല്ല പ്രശ്നമാണെങ്കിൽ സോറി, ടൈമില്ല. പാട്ടൊക്കെ കേട്ടിരിക്കുകയല്ലേ? ഇങ്ങനെ ഒരു പ്രോജക്റ്റിനൊക്കെ ഫണ്ടിങ് കിട്ടണമെങ്കിൽ തന്നെ പറഞ്ഞു നിൽക്കാൻ നല്ല വാക്സാമർത്ഥ്യം വേണം. എടി, എൻ്റെ ക്ലയൻറ്റിൻ്റെ ഒരു ഹസ്ബൻഡ് ഉണ്ട്, ഞാൻ നിന്നോട് പറയാൻ മറന്നുപോയി. ഒടിഞ്ഞ റിച്ചാ. അങ്ങേക്ക് സോഷ്യൽ ആക്ടിവിറ്റീസിലൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് കേട്ടു. ഞാൻ നൈസായിട്ടൊന്ന് മുട്ടി നോക്കിയിട്ടുണ്ട്. വല്ലതും നടക്കുമോ നോക്കാം. എടി, നീ നല്ല കാര്യത്തിന് എടുക്കുന്ന ഒരു ഇനീഷ്യേറ്റീവാ. സമയമെടുക്കും റിസൾട്ട് വരാൻ. നീ ട്രൈ ചെയ്തോണ്ടിരിക്കേ. എന്താ? ഇന്നാരോ കാണാൻ വരുന്നുണ്ട്. കല്യാണം കഴിച്ചാൽ എല്ലാ പ്രശ്നം തീരുന്നു. നിന്റെ വീട്ടുകാരുടെയോ നിന്റെയോ അതോ കെട്ടാൻ പോണാരുടെയോ? കുറെ ബേക്കറി ഒക്കെ ഉണ്ടാവൂലേ? എന്നെ ആദ്യം തന്നെ പെണ്ണു വേണമെന്ന് നിൽക്കുക. ഞാൻ ഇടയ്ക്ക് ആലോചിക്കും, കുറെ ആൾക്കാരെയൊക്കെ കണ്ട് കുറെ ബേക്കറിയൊക്കെ തിന്ന് പതുക്കെ കിട്ടിയാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എടി, നീ ചുമ്മാ കളിക്കാതെ എന്താ ചെയ്യാൻ പറ്റുന്നൊന്ന് പറയുമോ? നിന്റെ അച്ഛൻ്റെ മുമ്പിൽ പോയി നിന്നിട്ട് എനിക്കിതിന് താല്പര്യമില്ല മിസ്റ്റർ എന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ലല്ലോ. ഷബീൻ്റെ കല്യാണത്തിൻ്റെ വർക്ക് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഞാനും വന്നേനെ. തസ്നി, ഇതെങ്ങനെ നടന്ന പിന്നെ? ഇടി, അവർ വന്ന് കണ്ടിട്ട് പോട്ടെ. ബാക്കി വന്ന ബിരിയാണി പോലെ തന്നെ കവറിൽ കൊടുത്തുവിടുന്നില്ലല്ലോ. നിന്റെ സമ്മതം ഇല്ലാണ്ട് ഒന്നും നടക്കാൻ പോണില്ല. നടക്കൂ, ഈ കല്യാണം നടക്കും. ഞാനേ എല്ലാ ദൈവങ്ങൾക്കും നേർന്നിട്ടുണ്ട്. പഠിക്കാനാണെങ്കിൽ മാർക്കില്ല, പണിയും കിട്ടുന്നില്ല, തുള്ളാനും പാടാനും കഴിയാത്തത് ഭാഗ്യം. അല്ലെങ്കിലേ അതിന് കിട്ടി മറിയേണ്ടിനി. എന്തിനാ വെച്ചിരിക്കും? Wait, she doesn't know it says, right? Wait. തുള്ളാനും പാടാനും. Fortunately, she doesn't know how to sing. I'm guessing she does know how to sing and dance. It says fortunately, so maybe just let me know. കഴിയാത്തത് ഭാഗ്യം. അല്ലെങ്കിലേ She'd have to put a lot of effort there too, so. എന്തിനാ വെച്ചിരിക്കുന്നത്? So she can sing and dance. ബിന്ദുവിനറിയാ, ജനാട്ടിൽ എന്നെ കഴിക്കാൻ വന്നപ്പോൾ എനിക്ക് 17 വയസ്സാ. അമ്മായി എന്തിനാ ഇപ്പം ഇങ്ങ് വന്നേ? പെണ്ണാണല്ലേ, കല്യാണ വിഷയമൊന്നുമല്ലല്ലോ. എൻ്റെ കടമയല്ലേ മോളെ, ഇവളത് കഴിഞ്ഞിട്ട് വേണ്ടേ ആവണീൻ്റെ ഒന്ന് നടത്താൻ. ഇതൊക്കെ ആയിട്ട് വേണം അതിന് നേരായി. അല്ല, Is she going to be the annoying aunt? കൊല്ലൊന്നായില്ലേ, എന്നിട്ടൊന്നുമില്ലേ? Oh, she's definitely the annoying aunt. അമ്മായി ആ ഹോളം തൂക്കോ? ഞാനേ അപ്പുറത്തെ പിള്ളേരൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം.
അശ്വതി വന്നിനെ അമ്മായി ചേച്ചി അമ്മ നേരത്തെ വരണ്ടേ. ഞാൻ അമ്മയോട് പറയാന്ന് കൂട്ടത്തിലടക്കം ഏറ്റവും ഇഷ്ടം നിന്നെയാന്ന്. എല്ലാരും നിന്നെ കണ്ട് പഠിക്കണമെന്ന്. മോളെ സാരി എടുത്തിനില്ല. എൻ്റെ ജനേട്ടൻ എന്നെ കാണാൻ വന്നപ്പോ നല്ല ചുവന്ന കട്ടിയുള്ള സാരി എടുത്തിന്. അത് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പല്ലേ, ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. അതെ, ബിന്ദു എന്നോട് ഹോള് നിൽക്കാൻ പറഞ്ഞു. ഞാൻ ഇപ്പൊ So these are the three sisters. ഇഷ്ടമല്ലെങ്കിൽ പിന്നെ നീ എന്തിനാ കാണാൻ സമ്മതിച്ചേ? അവരുടെ പെർഫെക്റ്റ് മോൾ ചെയ്യുന്നത് അതേപടി കോപ്പി അടിക്കാനാണല്ലോ. അപ്പൊ ചേച്ചി ചെയ്തതല്ലേ എനിക്കും ചെയ്യാൻ പറ്റും. അമ്മോ ഓനത്തിന്റെ പോക്കറ്റിലെ പൈസ ഉണ്ടായിരുന്ന ഇല്ല അച്ഛാ. അച്ഛാ അവരോടെ എത്തി? Oh, she took that 2,500, na? അമ്മോ ചെറുക്കൻ്റെ അനിയൻ യോക്കിയാലാണ്ടാ, നമുക്ക് ഇത്തവണ പിടിക്കണോട്ടാ. ഈ മൊബൈൽ വഴി ഇതൊക്കെ ശരിയാക്കുമെന്ന് പറയുന്നത് എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റണല്ലോട്ടാ. അതൊക്കെ ശരിയാവും അച്ഛാ. എഡംബസ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്, അത് രജിസ്റ്റർ ചെയ്താൽ ഈസി ആയിട്ട് പുറത്തേക്കുള്ള കോളേജിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. ശരി, അപ്പൊ പുറത്തുള്ള കോളേജിനെ പറ്റിയൊക്കെ നിനക്ക് വല്ല ധാരണ ഉണ്ട്? അതല്ലേ, എല്ലാത്തിലും അവരുടെ അസിസ്റ്റൻസ് ഉണ്ട്. UK, കാനഡ അങ്ങനെ 15ലധികം കൺട്രീസിൽ നമുക്ക് അവർ വഴി രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ അതും അല്ലെങ്കിൽ ബാംഗ്ലൂരൊക്കെ ഉള്ള വലിയ വലിയ കോളേജില്ലേ, അവിടെ നമുക്ക് ജോയിൻ ചെയ്യാം. എന്താണെന്ന് നീ പുറത്തുപോയി പഠിച്ചാൽ മതി. അതിനിപ്പോൾ എന്ത് ചിലവാണെങ്കിലും അത് അച്ഛൻ ശരിയായിക്കോളാം. അതിനങ്ങനെ പൈസയൊന്നും ആവില്ല. ഫിനാൻഷ്യൽ സപ്പോർട്ട് സ്കോളർഷിപ്പ് അവർ തരുന്നത്. 1 കോടി വരെയുള്ള സ്കോളർഷിപ്പ് പ്രോഗ്രാം അവർ നടത്തുന്നുണ്ട്. അപ്പോൾ അതിനൊരു വേറെ ചാർജൊന്നും വാങ്ങിക്കുന്നില്ല? അവരുടെ എല്ലാ സർവീസും ഫ്രീ ആണ് അച്ഛാ. അത് കൊള്ളാമല്ലോ. അതിനൊരു കാര്യം ചെയ്യും, അതിനെപ്പറ്റിയൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തന്നെ. നമ്മുടെ സുധാകരൻ്റെ മോനും ഇത് അപ്ലൈ ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ഭയങ്കര സിമ്പിളാ. പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് സ്റ്റോറിൽ നിന്ന് നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ആപ്പ് വഴി നമുക്ക് 50,000-ലധികം കോഴ്സസ് ബ്രൗസ് ചെയ്യാം. പിന്നെ സിമിലർ ഇൻട്രസ്റ്റ് ഉള്ളവരോട് നമുക്ക് ഇന്ററാക്ട് ചെയ്യുകയും ചെയ്യാം. നീ അവിടെ തന്നെയാണോ? ചിലപ്പോൾ. ഹലോ, ആ ഓക്കെ 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 ശരി. മോളെ അവരെത്തി. Oh, they're here, huh? നീ അതൊക്കെ ഒന്ന് കണ്ടുപിടിച്ചോട്ടാ. ഞാൻ ചിലപ്പോൾ ലിവിംഗ് ടുഗദർ ആയിരിക്കും. എന്തോ ഒന്നുമില്ലേ? Is that guy going to be the male lead? എന്ത് ക്ലീശേ സീനല്ലേ. അല്ല ഇതേ എനിക്ക് കൂടുതലായിട്ടൊന്നും ചോദിക്കാനില്ല. ജോലി എന്തോ നോക്കുന്നുണ്ടെന്ന് അച്ഛൻ പറയണ്ടായി. അഗെയിൻ ആ ജനറേഷൻ ഇസ് വെരി പ്രോഗ്രസീവ് അല്ലേ. സോ കല്യാണം കഴിഞ്ഞത് എനിക്ക് ജോലി നോക്കണമെന്നാണെങ്കിൽ യു ഹാവ് മൈ പെർമിഷൻ ഫോർ ദാറ്റ്. Rejected. ഞങ്ങൾ വിളിക്കാം. ഓ ആയിക്കോട്ടെ ശരി. അവർക്ക് ഇഷ്ടമായെന്നാ തോന്നണേ. ബിന്ദു അവർക്കൊക്കെ ആണെങ്കിൽ ഞാനിതങ്ങ് നടത്തും. അതിന് ഞാനൊക്കെ ആണല്ലേ. എടി നിന്റെ അഭിപ്രായം ആരെങ്കിലും ചോദിച്ചൂടെ? Oh no, the dad is angry. ചെലവിൽ ഞങ്ങൾ കഴിയുന്ന സമയത്ത് നിന്റെ അഭിപ്രായം പറഞ്ഞാൽ മതി. മനസ്സിലായോ? പെൺകുട്ടികളായ കുറച്ച് അച്ചടക്കമൊക്കെ വേണം. അച്ഛനും അമ്മയൊക്കെ പറയുന്നതേ കുറച്ച് മനസ്സിലാക്കണം. എടി നിനക്ക് ദോഷം വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുമെന്ന് എനിക്ക് തോന്നലുണ്ടാ? അതെന്താ നീ മനസ്സിലാക്കാത്തത്? കണ്ട അത് പറഞ്ഞപ്പോൾ അവളങ്ങോട്ട് പോയി. അവരോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കി. Oh, I feel really bad for her. നോട്ടം കണ്ടില്ല അവളുടെ. നീ ഇതിപ്പോ എങ്ങോട്ടാ? അമ്പളേ എടി നീയാണ് ഇവിടെ ഇങ്ങനെ വഷളാക്കുന്നത്. കണ്ടില്ല എന്തെങ്കിലും പറഞ്ഞവള് ഇറങ്ങി പോയാ മതിയല്ലോ. ഇവിടെ അന്വേഷണം കാണിക്കണല്ലോ അവള്. Mole is not gonna listen now. എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കലായിട്ട് അമ്പളി. എന്തെങ്കിലും അവൾക്ക് വേണ്ടി ചെയ്യാന്ന് വെച്ചാൽ എപ്പോഴും അതെ അവള് ഇവിടെ തനി സ്വഭാവം കാണിക്കും. ഹലോ തസ്നീ ഇപ്പൊ എവിടെ? ആ ഓക്കെ. I do like maybe because I have not seen it in real life, but I read in the news and stuff. But like for like families like these and all, I don't know if fathers are this harsh. Like, you know, you have to be disciplined and all of that. I don't know. So like for me, I feel as a character, I feel very sorry for Ambali, but because I have not seen in real life in my circle, thankfully, fathers like him. So thank God for that. Seriously, touch wood. അമ്പളി Like they'll scold you and all and say that okay, you have to be disciplined and study and all of that. Those are like normal things, but you know,
you can't give an opinion if you are not earning in this. Oh, that's too harsh. കാറ്റിൽ പാറും ശലഭമായി നീ അലിഞ്ഞിടും നേരമേതു നോവിനാൽ മൂകം Oh, the song sounds nice. നീറും ചിറകുകൾ വീണ്ടും നിറം തേടുന്നിതാ ആ ആ Oh, nice. Oh, really nice first episode. Let me stop this. Really nice first episode. I like. Oh, I think this. Oh, I'm going to feel a sea of emotions while watching this. It's going to be an emotional roller coaster, and I already feel for this character. Probably given the cast in the description. Nikhil is the executive producer, so that's great. Lyrics. Where's the cast? Arsha Baiju, Amli, who plays the character Amli. Okay, so I think for me, I'm already empathizing with Arsha, and that is really great thing because it shows that the writing and the direction is actually very good. So the fairly new cast for me. I think the only guy I could sort of recognize was Binoy. That's the only person I could recognize from the character team. So I don't know if the OG team is already like part of the series or not, like in bits and pieces. So do let me know. And it has gotten me intrigued to see how Amli is going to sort of deal with the situations here. And I like that how first episode sort of introduces us to the character, and the focus is on Amli in because they've packed so much in like these 11 minutes, which not 11, 13 minutes. Sorry, my bad. 13 minutes, which is great because, like I said, I'm already empathizing with Amli, and I am intrigued to know what is going to happen. She's met with an accident, so that is a really good cliffhanger. And second, the music is amazing. Production looks great, and everybody's acting is also quite good. Amli, very restrained. Harsha Baiju, very restrained. Just, not much dialogue in this particular episode, but talking through the eyes and stuff. Loving her expressions. Fantastic. I think, I'm gonna be all emotional and all, while watching this. So yes, that was the reaction to first episode, guys. It has set the premise, and I like how it has only set the premise, and we just know of this world of Amli, but it has not sort of given us anything about that. Oh, this is the storyline that we are starting off. It's not yet revealed, so I don't know what is happening in the storyline. We've just been introduced to the world, which I like. So yes, that was the reaction to first episode of Average Ambili. I am so stoked to see how the series ends. Definitely want to know your thoughts about when you were introduced to the series. Don't know, of course, I know you will not give me spoilers and all, but just your overall thoughts and what I talked about, is like I have not at least witnessed such harsh parenting, because the way his father is talking, sorry, I'm saying his father, the way her father is talking, it's really harsh, it's really bad. And if he has been treating Amli this way since childhood, she is like one step away from having a mental breakdown.
the way she's keeping herself together, I mean, that's commendable. I feel that's really, really commendable, because she's constantly getting compared to the second child, who is like so well, and the third one, the youngest one, is also preparing to go abroad. So it's a very tense atmosphere. The mom is the only one which I feel is sort of supporting her, but she doesn't have, like, I don't know how progressing, like how the series progresses, and we don't know how strong the mom's character is. I do feel that at this point she doesn't have much support. I don't know how mentally strong she is, so we'll find out as the series progresses. But Ambali, I'm to guessing, is extremely strong mentally. Like, I'm really shocked the way the father is treating her. How didn't she have a mental breakdown yet? So yeah, I think the sister and the mom kept her sane. So yes, those were my thoughts, guys. I definitely want to know yours in the comments down below. And yes, that was the reaction for today. I will see you soon on my next video. Bye bye.